ഹലോ, ദേ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ക്യാരറ്റ് ബീൻസും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഇത് അരയ്ക്കാനുള്ള മസാല, ഇത് പുതിന, മല്ലിയില, കുരുമുളക്, പെപ്പർ, പിന്നെ പച്ചമുളക്, ഒരു പട്ട, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്. ഒരു 2 ഗ്രാമ്പും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇത്രയും നമ്മൾ അരച്ച് റെഡിയാക്കി മസാലയ്ക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് തരാനും മറക്കണ്ട. ഇടയ്ക്ക് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് 2 ലീഫ് ഇട്ടു, അതിന് ശേഷം ഒരു ഏലക്കായ ഇട്ടു, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഒന്ന് വഴറ്റണേ, നന്നായിട്ടൊന്ന് വഴറ്റുക. അത് വഴറ്റി വരുമ്പോഴേക്കും നമുക്കത് അവിടെ മിക്സിയിൽ അടിച്ച് വയ്ക്കാം നമ്മുടെ മസാല. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഗ്രീൻ പീസ് അടക്കമുള്ളത് നമ്മൾ അതിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു 1/2 ഗ്ലാസ്. ആ തക്കാളിയും കൂടി ഇട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതവിടെ വയ്ക്കുക കേട്ടോ. അതങ്ങനെ വഴറ്റി ഒന്ന് വേവട്ടെ അത്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 ഗ്ലാസ്സിന് ഇവിടെ 6 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ അതനുസരിച്ചിട്ട് കറക്റ്റ് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അരി വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ മസാല ഇട്ടു നമ്മൾ. ഇനി ആ മസാല ഇട്ടത്, ആ മസാലയൊന്ന് നമ്മൾ മിക്സി ഒന്ന് കഴുകി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ അത് 1 കപ്പ് വെള്ളത്തിലാണ് അത് നമ്മൾ ഒഴിക്കുന്നത്, ഒരു കപ്പ്. അപ്പോൾ 1 കപ്പ് നമ്മൾ കൂട്ടണം അരിയിലേക്കുള്ള വെള്ളത്തിലേക്ക്, അതുകൊണ്ടാണ്. ഇനി നമ്മളതിൽ പാലാണ് ഒഴിക്കുന്നത്, തേങ്ങാപ്പാൽ. 1 കപ്പ് 2 കപ്പ് തേങ്ങാപ്പാൽ, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ് കൂടി. ഇനി വെള്ളം ഒഴിക്കുന്നുണ്ട്, അപ്പോൾ 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ എല്ലാം കൂടി 6.5 ഗ്ലാസ് നമ്മൾ വെള്ളം ഒഴിച്ച് ആ മസാലയും എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കഴുകി വെച്ച 4 കപ്പ് അരി അതിലേക്ക് ഇടാം കേട്ടോ. 4 കപ്പ് അരി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. നമ്മളതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചോറ് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് അത് രണ്ടും ചേർക്കുന്നത്, ഒരു ടേസ്റ്റിനും കൂടെ. അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് എടുത്ത് അത് അടച്ച് വയ്ക്കുക, വിസിലിടുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിക്കട്ടെ. അതിന് ശേഷം ഒരു 8 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കുക. തുറന്ന് നോക്കുമ്പോൾ അടിപൊളി നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊഴിച്ചാണ്, ടേസ്റ്റ് വളരെയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്